ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ ഗവൺമെൻറ്റിന് എന്തുണ്ട്? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഉണ്ട്. ശരിയല്ലേ? ഗവൺമെൻറ്റിന് എക്സ്പെൻഡിച്ചർ ഉണ്ട്. പിന്നെ ഗവൺമെൻറ് എന്തുണ്ട്? ഗവൺമെൻറ്റിന് ടാക്സ് റവന്യൂ ഉണ്ട്. ടാക്സ് റവന്യൂവിനേക്കാൾ ഒരു റവന്യൂ ഉണ്ട്. കാരണം ടാക്സ് ഇല്ലാത്ത റവന്യൂ കൂടെ ബഡ്ജറ്റിലുണ്ടല്ലോ. നമ്മൾ ആ റവന്യൂ കൃത്യമായിട്ട് എഴുതാം. റവന്യൂ ഉണ്ട്. ഓക്കെ, സോ ദർ ആർ എക്സ്പെൻഡിച്ചർ ആസ് വെൽ ആസ് റവന്യൂ. But when expenditure is lesser than revenue, the government should do should do what? Borrowing. ശരിയല്ലേ? ഗവൺമെൻറ് അപ്പം എക്സ്പെൻഡിച്ചർ കൂടുതലും റവന്യൂ കുറവാണെങ്കിൽ, ടാക്സും നോൺ ടാക്സും കൂടെ റവന്യൂ കുറവാണെങ്കിൽ ഗവൺമെൻറ് എന്ത് നടത്തണം? ബോറോയിങ് നടത്തണം. ഓക്കെ, സോ ദർ ആർ 3 instruments of fiscal policy, or what we can say ബഡ്ജറ്ററി പോളിസി. നമ്മളങ്ങനെ ബഡ്ജറ്റിനെ അങ്ങനെയാണ് കാണേണ്ടത്. ബഡ്ജറ്ററി പോളിസി നിങ്ങളൊരു കൂടിയ എക്സാമൊക്കെ എഴുതാൻ പോവുകയാണെങ്കിലും ഒക്കെ ഇവിടെയൊക്കെ ഈ കോഴ്സ് അല്ലെങ്കിൽ ഈ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇക്കണോമിക്സ് പഠിച്ചിട്ട് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു സ്കില്ല് വലിയ പ്രധാനപ്പെട്ടാണ് എങ്ങനെ ബഡ്ജറ്റ് മനസ്സിലാക്കുക എന്നുള്ളത്. ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൻ്റെ അകത്ത് ഒത്തിരി സ്കീമിലൂടെയൊക്കെ നമുക്ക് ബഡ്ജറ്റിൽ മനസ്സിലാക്കാം. അത് ഭയങ്കര ഈസിയാണ്. അതൊരു ലേമൻ്റെ നോളജ് ബേസും അല്ലെങ്കിൽ ലോജിക്കൊക്കെ ആവശ്യമുള്ളൂ ബഡ്ജറ്റിലെ സ്കീം വഴി ബഡ്ജറ്റിനെ മനസ്സിലാക്കാൻ. അതിൻ്റെ ഡീപ്പറായിട്ടുള്ള കാര്യങ്ങൾ എന്തോ ഞാനൊന്ന് നോക്കട്ടെ. വെച്ചേ അവരെന്ത് ചെയ്യും? അത് 25 പേരേ ഉള്ളൂ. അത് എന്നാണെന്നറിയോ, രാവിലെ തൊട്ട് ഇവിടെ നെറ്റിന് കണക്ഷൻ പ്രോബ്ലം ഉണ്ട്. നോ, കമ്മിങ് ബാക്ക് ടു ദി ടോപ്പിക്. ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എങ്ങനെ ഈ ടോപ്പിക്ക് നമുക്ക് കൈകാര്യം ചെയ്യാം. നമുക്ക് പല രീതിയിൽ കൈകാര്യം ചെയ്യാം. ഒരു പക്ഷേ നിങ്ങൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഒബ്ജക്റ്റീവ് ഓൺ ദിസ് ക്ലാസ്. നമ്മൾ എക്സാമിനൊക്കെ പോയിൻ്റ് കുറച്ച് മാർക്കൊക്കെ കിട്ടിയാൽ മതിയെങ്കിൽ ഓക്കെ, നമുക്കത് വെറുതെ ഇങ്ങനെ അറിഞ്ഞിരുന്നങ്ങ് പോയാൽ മതി. പക്ഷേ നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ മനസ്സിലാക്കാനാണെങ്കിൽ അല്ലെങ്കിൽ അത് എഴുതാനാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ ടോപ്പിക്ക് ഇഷ്ടം പോലെ ചോദിക്കും. പല രീതിയിൽ ഒരു ഇൻ്റർവ്യൂ പങ്കെടുക്കുകയാണെങ്കിൽ നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം അതാണല്ലോ. ഇത് ഭയങ്കരമായിട്ട് ചോദിക്കും. അപ്പം ഞാനതിൻ്റെ ഒരു ബേസിക്സ് ഇട്ടങ്ങ് പറഞ്ഞുതരാം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് വേറെ ക്ലാസ്സിലൊക്കെ പോകേണ്ട കാര്യമില്ല. എക്സാമിന് ഭയങ്കര നല്ലതായിരിക്കും. സോ ഹൗ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക്. So I told you that the budget of the government is known for 3 important tools. The first one is the tax revenue. Okay, tax revenue. The second one is the government's what we can say expenditure. Okay, so the most of the government programs comes under the expenditure side, right? So we know the government after its expenditure program or welfare program. നമ്മളിങ്ങനെ എന്താ പറയുക, ഇപ്പം ഗവൺമെൻറ് ഒത്തിരി പ്രോഗ്രാം കൊണ്ടുണ്ട്. അതിലൊന്നാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ചുമ്മാ ഒരു സ്കീം ഉണ്ടോ, പേര് പറഞ്ഞെന്നുള്ളൂ കേട്ടോ, കല്യാൺ യോജന. അതിൻ്റെ കീഴിൽ 5 കിലോ അരി ഒരാൾക്ക് വെച്ച് എല്ലാ വീട്ടിലും കൊടുക്കും. എന്ന് പറഞ്ഞാൽ 2 തരം റേഷൻ കാർഡുള്ളവർക്ക്, പാവപ്പെട്ടവർക്ക് കൊടുക്കും. അപ്പോൾ അതിന് ഗവൺമെൻറ്റിന് ഏകദേശം 1,20,000 കോടി രൂപ ചിലവാകുന്നുണ്ട്. 1,20,000 കോടി രൂപ. നമ്മൾ ഗവൺമെൻറ്റിന് ഇങ്ങനെ അറിയേണ്ടത്. അപ്പോൾ ഗവൺമെൻറ് ഒരു എക്സ്പെൻഡിച്ചർ പ്രോഗ്രാം പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഗരീബ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് എനിക്കറിയില്ല കേട്ടോ. ദാരിദ്ര്യമാണോ അങ്ങനെ എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല, അറിയത്തില്ലാത്ത കാര്യം പറയത്തില്ല. അപ്പം ഗരീബ് ഹിന്ദി വാക്കാം. അപ്പം ഗരീബ് കല്യാൺ യോജനയിൽ ഇങ്ങനെ പാവപ്പെട്ട ആൾക്കാരൊക്കെ പൈസ കൊടുക്കുന്നു. വിമൻ എങ്ങനെയുള്ള, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രധാനമന്ത്രി ജൻ ധൻ യോജന. ബാങ്കിൽ അക്കൗണ്ട് എടുക്കുക. അങ്ങനെ ബാങ്കിൽ അക്കൗണ്ട് എടുത്തുള്ള പാവപ്പെട്ട ആൾക്കാർക്ക്, റേഷൻ കാർഡ് ഉള്ളവർക്ക്, എല്ലാ സ്ത്രീകൾക്കും 500 രൂപ വെച്ച് ബാങ്കിൽ നേരിട്ട് ഗവൺമെൻറ് ഓരോ മാസം തരും. ഈ സ്കീമിൻ്റെ ഒരു ഭാഗം കേട്ടോ. അങ്ങനെ 5-6 പ്രോഗ്രാം ഉണ്ട്. അതിൽ വേറൊരു പ്രോഗ്രാം എന്നാണെന്നറിയോ? ഭയങ്കര കോമഡിയാണ്. എന്താണെന്നറിയോ? നമ്മളിപ്പം എന്ത് വർക്കറാണ്, നമ്മളിപ്പോൾ ഒരു ആശാ വർക്കർ എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആശാ വർക്കർക്ക് കോവിഡ് പിടിച്ചെന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ ഉണ്ട്. ആശാ വർക്കർ അത് ഹെൽത്ത് വർക്കറാണ് കേട്ടോ. ഹെൽത്ത് വർക്കർക്ക് പറയുന്ന വരാം. അതുപോലെ ഈ ടീച്ചേഴ്സിനെ കോവിഡ് ഡ്യൂട്ടി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതിൻ്റെ അകത്തൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? ഒരു കോവിഡ് ഡ്യൂട്ടി വന്ന് ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരാൾ, അത് ആശാ വർക്കറാകട്ടെ, അധ്യാപകനാകട്ടെ, വെറും വോളണ്ടിയർ ആകട്ടെ, 2 ലക്ഷം വോളണ്ടിയർമാരെ ഗവൺമെൻറ് റിക്രൂട്ട് ആകട്ടെ, അങ്ങനെ ഒരാൾക്ക് അങ്ങനെ കോവിഡ് മൂലമൊരു ജീവൻ ത്യാഗം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് 50 ലക്ഷം രൂപ ഗവൺമെൻറ് കൊടുക്കും. അതിന് ഇൻഷുറൻസ് പോളിസി ഉണ്ട് ഗവൺമെൻറ്. അപ്പം ഗവൺമെൻറ് എത്രമാത്രം ആക്റ്റീവായിട്ടാണ് ഈ കോവിഡിൽ ഇടപെടുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ പത്രത്തിൽ പലവിധ വാർത്തകളെ വയ്ക്കുന്നത്. പക്ഷേ അതിൻ്റെ പുറകിലുള്ളൊരു കാര്യമില്ല. ആശാ വർക്കർക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന സപ്പോർട്ട് ഏത് ഹെൽത്ത് വർക്കർക്കും ഉണ്ട് കേട്ടോ. സാനിറ്റൈസ് വർക്കർക്ക് പോലും ഉണ്ട്.
അപ്പോൾ ഗവൺമെൻറ്റിനെ നമ്മളിങ്ങനെ പല പ്രോഗ്രാമിലൂടെ നമ്മളറിയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതൊക്കെ ചെറിയ ചെറിയ പ്രോഗ്രാംസാണ്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന അല്ലെങ്കിൽ ജൻ ധൻ യോജന എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് അക്കൗണ്ട് തരും പാവപ്പെട്ടവർക്ക്. അതിലൂടെ കുറേ പൈസയൊക്കെ ഗവൺമെൻറ് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് തരും. ഓക്കെ, സോ ഒരു കുട്ടിയോടെ ഞാൻ അഡ്മിറ്റ് ചെയ്തോട്ടെ. Okay, so that is about government's budget. Budget is, it is not difficult to understand, but once you understand, you can easily pass through the competitive examination. From which angle you have to understand the budget? So first you should keep it in mind that there are three important components in the government budget. I had told you that it is first is the tax revenue, second is what we can say government's expenditure, and when the expenditure is higher than what we can say the tax revenue, government will be making what? Borrowing. Okay. സോ ഒരു കുട്ടിയുടെ അഡ്മിറ്റ് ചെയ്തോട്ടെ. അപ്പോൾ അങ്ങനെയാണല്ലോ ഇതിൻ്റെ ഒരു കാര്യങ്ങളുടെ ഒരു പോക്ക്. ഈ ബഡ്ജറ്റ് മാനേജ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് എത്ര ടാക്സ് റവന്യൂ ഉണ്ടെന്ന് കിട്ടുമെന്ന് ഗവൺമെൻറ്റിന് അറിയാം. എത്ര എക്സ്പെൻഡിച്ചർ അതിനനുസരിച്ച് എക്സ്പെൻഡിച്ചറിനെ കസ്റ്റമൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിനെ അങ്ങോട്ട് ഫൈൻ ട്യൂൺ ചെയ്താൽ മതി. പിന്നെ ഗവൺമെൻറ് ഒരു അത്യാവശ്യം ബോറോയിങ് എടുക്കും. സോ ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് ദ ഗവൺമെൻറ് ഈസ് മാനേജിങ് ഇറ്റ്സ് ബഡ്ജറ്റ്. ആൻഡ് സോ ദി പബ്ലിക് ഡെപ്റ്റ് ഈസ് എൻ ഔട്ട്കം ഓഫ് ദി ബഡ്ജറ്റ്. ഗവൺമെൻറ്റിന് ഒരു രൂപ പോലും പാർലമെൻറ്റിനോട് ചോദിക്കാതെ ചിലവാക്കാൻ പറ്റില്ല. ഗവൺമെൻറ് ഒരു രൂപ പോലും പാർലമെൻറ്റിനോട് ചോദിക്കാതെ ഗവൺമെൻറ് ജനങ്ങളിൽ നിന്ന് പിരിക്കാൻ പറ്റില്ല. അപ്പം പാർലമെൻറ്റിൻ്റെ ആക്റ്റിൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് പാർലമെൻറ്റ് പാസ്സാക്കിച്ച് മാത്രമേ ഈ പരിപാടിയൊക്കെ ഗവൺമെൻറ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓൾ ദീസ് ഐറ്റംസ് ആർ അക്കൗണ്ടബിൾ. എക്സ്പെൻഡിച്ചർ ഈസ് അക്കൗണ്ടബിൾ, ടാക്സ് റവന്യൂസ് ആർ അക്കൗണ്ടബിൾ. ഓക്കെ, നിങ്ങൾ പത്രത്തിൽ വായിച്ചു 12 രൂപ ഉണ്ട് എന്തുകൂടി നമ്മുടെ ഡീസലിൻ്റെ വില കൂടിപ്പോകുക, പെട്രോളിൻ്റെ വിലയ്ക്ക് മുകളിൽ ഡീസലിൻ്റെ വില എത്തും എന്നുള്ളത് നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ പെട്രോളിന് അടിക്കുന്നില്ലായിരിക്കും, ഡീസലിന് അടിക്കില്ലായിരിക്കും, വീട്ടിൽ തന്നെ ഇരിക്കുമായിരിക്കുമല്ലോ. പക്ഷേ നമുക്കത് മനസ്സിലാക്കണം, ഈ വില ഇങ്ങനെ കൂടുന്ന 12 രൂപ വെച്ച് ഗവൺമെൻറ് കൂടുതൽ ടാക്സ് ഏർപ്പെടുത്തി. എന്തിനാണ് ഗവൺമെൻറ് വേറെ ടാക്സ് വരുമാനം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് അത്ര ആക്റ്റീവായിട്ടാണ്. ഗവൺമെൻറ്റിന് വരുമാനം പോരാത്തപ്പം ഗവൺമെൻറ് എന്ത് ചെയ്യും? ഗവൺമെൻറ് ബോറോ ചെയ്യും. അന്നേരം ഉണ്ടാകുന്നതാണ് പബ്ലിക് ഡെപ്റ്റ്. ഓക്കെ, സോ നമ്മളിനി കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ തിയററ്റിക്കൽ ഭാഗങ്ങളിലേക്കൊക്കെ പോവുകയാണ്. ഞാനതൊന്ന് ഡിലീറ്റ് ചെയ്യാൻ നോക്കട്ടെ, ഒരു ഇച്ചിരി സമയം എനിക്കാണ്. So, modern governments have strong tendency to raise their level of expenditure compared to the revenues. അപ്പോൾ റവന്യൂവിനേക്കാളും കൂടുതൽ എക്സ്പെൻഡിച്ചർ കൂട്ടാൻ ഇപ്പോഴത്തെ ഗവൺമെൻറ്റുകൾക്ക് ഭയങ്കരധികം താല്പര്യമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഗവൺമെൻറ്റുകൾ ഒരിക്കലും അവരുടെ പവർ കുറയ്ക്കാൻ തയ്യാറില്ല. എങ്ങനെയെങ്കിലും എക്സ്പെൻഡിച്ചർ കൂട്ടാൻ വേണ്ടി ഗവൺമെൻറ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഗവൺമെൻറ് ആക്ടിവിറ്റിക്ക് അതിനുള്ള സ്കോപ്പ് ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് ദി എവർ ഇൻക്രീസിങ് സ്റ്റേറ്റ് ആക്ടിവിറ്റി എന്നാണ്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടുക എന്ന് പറഞ്ഞ് ഈ ആർഡ് ഓഫ് വാഗ്നർ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ കാണുവാണെങ്കിൽ ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ, ഗവൺമെൻറ് കൂടുതലായിട്ട് ബോറോ ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഗവൺമെൻറ് എന്താവും? പബ്ലിക് ഡെപ്റ്റ് ഉണ്ടാവും. മാറ്റി വെക്കാം, പേന ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ഹെഡ്ഫോൺ വെച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണെന്ന് എനിക്ക് തോന്നി. അത് സാരമില്ല. ഓക്കെ, പബ്ലിക് ഡെപ്റ്റ് ഓവർ എ ലിമിറ്റ് ഓഫൺ കോസസ് അൺഡിസൈറബിൾ എഫക്ട്സ്. ഭയങ്കര മോശമായിട്ടുള്ള എഫക്ട്സ് പബ്ലിക് ഡെപ്റ്റ് കാരണം ഉണ്ടാകും. കൂടുതലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഹൈ ഇൻഫ്ലേഷൻ, ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തണം, റീപേയ്മെൻറ്റ് ഗവൺമെൻറ് നടത്തണം, പിന്നെ ഭാവി തലമുറകൾക്ക് ഒത്തിരി പ്രശ്നം ഉണ്ടാകും. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇനി കാണുന്നതെന്നറിയോ, ഇന്ത്യയിൽ പബ്ലിക് ഡെപ്റ്റ് എങ്ങനെയാണ്? സെൻട്രലിൻ്റെയും സ്റ്റേറ്റിൻ്റെയും പബ്ലിക് ഡെപ്റ്റ് എങ്ങനെ? അപ്പോൾ ഇന്ത്യയിൽ ഏതൊക്കെ ഗവൺമെൻറ് ഉണ്ട്? സെൻറ്റർ ഉണ്ട് അല്ലേ, നമുക്കറിയാവുന്ന സെൻറ്റർ ഉണ്ട്. പിന്നെ എന്തുണ്ട്? സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലേ. പിന്നെ എന്തുണ്ട്? ലോക്കൽ ബോഡീസ് ഉണ്ട്. അതിൻ്റെ അടുത്ത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഒക്കെ ഉണ്ട്. ഓക്കെ, so that is the 3-tier government setup in India. So all expenditure, okay, all governments have expenditure. All governments have what? Revenues as well. So all revenues have what we can say debt as well. So അങ്ങനെ ഒരു ഡെപ്റ്റ് ഇവർക്ക് പ്രത്യേകിച്ച് ആദ്യം 2 പേർക്കുണ്ട്. പഞ്ചായത്തിന് അങ്ങനെ ഇല്ല കേട്ടോ. പഞ്ചായത്തിനൊക്കെ സ്വന്തമായിട്ടുള്ള മാനേജ്മെൻ്റ് അല്ല. and depends upon the center and the states. Okay, so in India both the center and state have debts. Hence public debt or government liabilities are classified on the basis of its origin, whether the central government or with the state government. അപ്പോൾ സ്റ്റേറ്റിലാണോ സെൻട്രലാണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിലൊരു ഏകദേശം 70% ജി ഡി പി എന്ന് പറഞ്ഞാൽ ഇന്ത്യ 100 രൂപ മൊത്തം ഇന്ത്യക്കാർക്ക് മൊത്തം വരുമാനമാണ്. 70% ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റാണ്. അതാണ് ഒരു അപ്രോക്സിമേറ്റ് കണക്കോട്ടോ ഡെപ്റ്റ്. ഓക്കെ, അങ്ങനെ 70% ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ഒരു 50% സെൻട്രലിൻ്റെയും ഒരു 20% സ്റ്റേറ്റിൻ്റെ ആയിരിക്കും. ഇത് കഴിഞ്ഞ് 20 വർഷമായിട്ട് സെയിമാണ്, വലിയ മാറ്റമൊന്നുമില്ല. ചിലപ്പോൾ 48, 52 വരെ, അല്ലെങ്കിൽ 22 വരെ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മാറിക്കൊണ്ടിരിക്കും. ഈ ഡെപ്റ്റ് കുറയാൻ ഗവൺമെൻറ് പറ്റുന്നില്ല. ഗവൺമെൻറ് ഈ 50, 20 അല്ലെങ്കിൽ നിർത്താൻ പറ്റുമെന്ന് നോക്കുന്നത് കുറച്ച് വരുന്നു കേട്ടോ. അത് വേറെ കാര്യം. പക്ഷേ ഒരു നോട്ടബിൾ ലെവലിൽ കുറയ്ക്കാൻ ഗവൺമെൻറ് പറ്റുന്നില്ല. Under the 2019
budget presented by Finance Minister Ms. Manimalakunnu, the government is borrowing is nearly 7 lakh crores rupees. ഇത് 2019 പഠിച്ചില്ല, 2020 ബഡ്ജറ്റ് ഞാൻ വെച്ച് തരാം കേട്ടോ. 2020 വെച്ചിൽ 7.7 lakh crores rupees ആണ് ഗവൺമെൻറ് ബോറോയിങ്. അപ്പോൾ അത്രമാത്രം ഗവൺമെൻറ് ബോറോ ചെയ്യുന്നുണ്ട്. എത്ര എമൗണ്ടാന്ന് നോക്കിയോ, ഗവൺമെൻറ് ബഡ്ജറ്റ് 30 ലക്ഷം കോടി രൂപയാണ്, ഏകദേശം 7.8 ലക്ഷം കോടി രൂപയുടെ ഗവൺമെൻറ് ബോറോ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് 25% ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഫൈനാൻസ് ചെയ്യുന്ന ബോറോ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ കണ്ടാണ്. സ്റ്റിൽ ബട്ട് ഐ എം റീകളക്റ്റിംഗ് സം ഓഫ് ദി ഫാക്ട് ബിക്കോസ് ദിസ് ഇസ് എ ഫ്രഷ് ക്ലാസ്. Okay, so public debt in the country was increasing in the context of increased expenditure. The debts of the government, the center and the state combined as a percent of GDP reached near 80% during 2005-06. Okay, though it brought down to 67.6% 2018-19. 2019-20 ആണെങ്കിൽ അത് അഗെയിൻ 66% ആണ്. ഓക്കെ, ഇപ്പോൾ 19-20 ഒരു കുറച്ച് കുറവ് മാത്രമേ വന്നിട്ടുള്ളൂ. ദി ജനറൽ ലയബിലിറ്റീസ് ഓർ ഡെപ്റ്റ്, നമ്മൾ ഈ നിങ്ങൾ എക്സാമിനേഷനൊക്കെ കാണുമ്പോഴാണ് ലയബിലിറ്റി എന്ന് പറയും. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഡെപ്റ്റ് എന്നാണ് അർത്ഥം. ഡെപ്റ്റും ലയബിലിറ്റിയും ചെയ്യുമ്പോൾ ചെറിയൊരു അക്കൗണ്ടിങ് ഡിഫറൻസ് ഉള്ളൂ, നമുക്ക് അത്ര ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. സോ വെനെവർ യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ലയബിലിറ്റീസ് യു ഷുഡ് ഈക്വേറ്റ് ഇറ്റ് ടു വാട്ട് ഡെപ്റ്റ്. ഇൻ ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ലയബിലിറ്റീസ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ലയബിലിറ്റീസ്. നമ്മളോട് പറയുകയാണെങ്കിൽ സെൻട്രലിൻ്റെ എത്രയുണ്ട്, 18-19 പ്രകാരം 48.8% GDP. ഇന്ത്യയുടെ ദേശീയ വരുമാനം 100 രൂപയാണെങ്കിൽ, ഇന്ത്യയുടെ മുഴുവൻ ആൾക്കാർ അംബാനിക്കും നമുക്കും എല്ലാവർക്കും കൂടെ കൂടിയുള്ള ദേശീയ വരുമാനം 100 രൂപയാണെങ്കിൽ അതിൽ 48.8% രൂപയും ഇവിടെ അത്രയും കടമുണ്ട് സെൻറ്ററിന്. സ്റ്റേറ്റിന് 23.6% കടമുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കൂടി ഒരു 70% അത്രയും കടമുണ്ട്. ഇനി ഇന്ത്യ ഗവൺമെൻറ് ഈസ് റിസോർട്ടിങ് ടു മെയിൻലി ഇൻറ്റേർണൽ ബോറോയിങ്. അപ്പോൾ അതാണ് ഞാൻ ക്ലാസ് നിങ്ങളോട് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് എവിടെ നിന്ന് ബോറോ ചെയ്യുന്നുള്ളൂ, നമ്മുടെ നാട്ടിൽ നിന്ന് ബോറോ ചെയ്യുന്നുള്ളൂ. LIC പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന്, ബാങ്കിൽ നിന്ന്, മനസ്സിലായല്ലോ, ബാങ്കിൽ നിന്ന് പിന്നെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഗവൺമെൻറ് കടമെടുക്കുന്നുള്ളൂ, അല്ലാതെ പുറത്തു പോയി ബോറോ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡോമിനേറ്റഡ് ബൈ ഇന്റേണൽ ബോറോയിങ്. 95% ഓഫ് ദി ബോറോയിങ് ഓഫ് ദി ഗവൺമെൻറ് ടു ഫൈനാൻസ് ഇറ്റ്സ് ബഡ്ജറ്റ് comes from internal sources. That means we need not give or we are not debted to the foreign government. Okay, the sender is not debted to foreign government while making this expenditure. നമുക്ക് പൊതുകടം ഉണ്ട്, നമുക്ക് വിദേശകടം ഉണ്ട്. അപ്പോൾ നമ്മുടെ വിദേശകടം, നമ്മൾ വിദേശകടം ഒരു $500 ബില്യൺ ആട്ടോ. അത് 500 ബില്യൺ എന്ന് പറഞ്ഞാൽ കണക്കത്രയാണ് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 7,500 കോടി രൂപയാണ്. അപ്പോൾ 500 × 7,500 ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര വലിയ ലക്ഷം കോടി രൂപ, 35-40 ലക്ഷം കോടി രൂപ വരും. അപ്പോൾ 40 ലക്ഷം കോടി രൂപയുടെ ഡെപ്റ്റ് ഇന്ത്യക്കാർക്ക് മൊത്തം വിദേശികളോടുണ്ടെങ്കിൽ അതിൻ്റെ 95% സ്വകാര്യ വ്യക്തികളും കമ്പനികളും കൊടുക്കുകയാണ്. ബാക്കി 5% കടം മാത്രമേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കുള്ളൂ. അപ്പോൾ ഇന്ത്യ മൊത്തം, ഇന്ത്യയിലെ ജനങ്ങളും ഇന്ത്യയിലെ ഗവൺമെൻറ്റും വിദേശ ആൾക്കാർക്ക് കടം തിരിച്ചടയ്ക്കാനാണെങ്കിൽ 95% ആരുടെ കടമായിരിക്കും, നമ്മുടെ പ്രൈവറ്റ് സെക്ടറിൻ്റെ ആയിരിക്കും. 5% മാത്രമേ ആരുടെ ഉള്ളൂ, ഗവൺമെൻറ് കടമുള്ളൂ. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ കടം വിദേശികൾക്ക് തിരിച്ചടയ്ക്കാനെന്നുകൊണ്ട് ഇവിടെ ഗവൺമെൻറ് ഒരിക്കലും പരാജയപ്പെട്ടു പോകാനില്ല. പക്ഷേ ഗവൺമെൻറ് ഇഷ്ടംപോലെ കടം മേടിച്ചേക്കുന്ന ആരുടെ നിന്നാണ്, നമ്മളിൽ നിന്ന് എല്ലായിടത്തു നിന്നും കൂടെ LICന്നും അതുപോലെ നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കിൽ നിന്നും ഒക്കെ ബോണ്ട് ഇഷ്യൂ ചെയ്ത് ഗവൺമെൻറ് മേടിച്ചിട്ടുണ്ട്. ഇനി ബട്ട് ഇതിന് മുകളിലുള്ള ടേബിളിനെ കുറിച്ച് പറഞ്ഞു. വൈ ദർ ഈസ് ഇൻക്രീസ് ഇൻ പബ്ലിക് ഡെപ്റ്റ് ഇൻ ഇന്ത്യ. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് നമ്മുടെ പബ്ലിക് ഡെപ്റ്റ് കൂടുന്നത്? അതിന് നിങ്ങൾക്ക് ജനറലായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും, ശരിയല്ലേ? അപ്പോൾ നമുക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, അതല്ലാതെ ഇപ്പം പറഞ്ഞിരിക്കുന്ന കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ഇഷ്ടം പോലെ കടം കൂടും. നമ്മൾ പറഞ്ഞില്ല, ഗവൺമെൻറ് 20 ലക്ഷം കോടി രൂപയുടെ ആത്മനിർഭർ ഭാരത് പ്രോഗ്രാം ഗവൺമെൻറ് ലോഞ്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫലമായി 20 ലക്ഷം കോടി രൂപ എന്ന് പറഞ്ഞാൽ എത്രമാത്രം, 31 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് തന്നെ ഗവൺമെൻറ് അവതരിപ്പിക്കുന്നുള്ളൂ. 20 ലക്ഷം കോടി രൂപയുടെ എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ് നടത്താം. ഈ ബഡ്ജറ്റിലെ മിക്ക എക്സ്പെൻഡിച്ചറും വേണ്ട, ഈ ആത്മനിർഭർ ഭാരത് 20 ലക്ഷം കോടി രൂപ ഇപ്പോൾ ചെയ്താൽ മതി എന്ന് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വരെ കൊടുത്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക്. അപ്പോൾ നമ്മൾ പറയുന്നത് പൊതുവായിട്ട് ഈ ആത്മനിർഭർ ഭാരത് ഒരു താൽക്കാലിക സ്കീമാണ്, കോവിഡ് താൽക്കാലികമാണ്, അത് ചിലപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്കും പോകുമായിരിക്കും. പക്ഷേ നമ്മൾ പൊതു കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പം എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ പബ്ലിക് ഡെപ്റ്റ് കൂടുന്നത്, ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റ് കൂടുന്നത്? ഒന്ന്, ഹൈ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ കമ്മിറ്റ്മെൻറ്റ്സ്. ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഗവൺമെൻറ് ഉത്തരവാദിത്തങ്ങളുണ്ട്, റെസ്പോൺസിബിലിറ്റി. എന്തിനു വേണ്ടി? ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. എന്തൊക്കെ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ? നമ്മുടെ പോലെയുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്യണം, ഗവൺമെൻറ് റോഡ് പണിയണം, ശരിയല്ലേ? ഗവൺമെൻറ് പിന്നെ വേറെ എന്തൊക്കെ വേണം, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കൂടുതലും ഗവൺമെൻറ് പാവങ്ങൾക്ക് വേണ്ടി വെൽഫെയർ സ്കീംസ് വേണം, ശരിയല്ലേ? വെൽഫെയർ സ്കീംസ്. പിന്നെ ഗവൺമെൻറ്റിന് വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, സാലറി കൊടുക്കണം, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തണം, ഡിഫൻസ് എക്സ്പെൻഡിച്ചർ നടത്തണം. അതിന് മുമ്പ് ഇനാഡിക്വേറ്റ് റവന്യൂ ഫോർ ദി ഗവൺമെൻറ്, എസ്പെഷ്യലി ടാക്സ് റവന്യൂ ഭയങ്കര കുറവാണ്. അതിൻ്റെ ഫലമായിട്ട് ടാക്സ് റവന്യൂ കുറവായതുകൊണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുക, ബോറോ ചെയ്യേണ്ടി വരിക. അപ്പോൾ എക്സ്പെൻഡിച്ചർ കമ്മിറ്റ്മെൻറ്റ് കൂടുതലാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ആവും, വെൽഫെയർ എക്സ്പെൻഡിച്ചർ ആവും, ഇനി അതല്ലെങ്കിൽ ഡിഫൻസിൻ്റെ എക്സ്പെൻഡിച്ചർ ആവും. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചർ കമ്മിറ്റ്മെൻറ്റ് കൂടുതലാണ്, ഗവൺമെൻറ് ബോറോ ചെയ്യേണ്ടി വരും. ഹൈ റവന്യൂ എക്സ്പെൻഡിച്ചർ ലൈക്ക് സാലറീസ്, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, ഡിഫൻസ് എക്സെട്ര പ്രൊമോട്ട്സ് or it tempts the governments to borrow more. As well as a result what happens, there is public debt. Okay, that is the origin of public debt. നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞു. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ
എന്താ പറയുക ഫൈനാൻഷ്യൽ കണ്ടിജൻസീസ്, ഞാനിങ്ങനെ എഴുതുക കേട്ടോ, ഫൈനാൻഷ്യൽ കണ്ടിജൻസീസ് ലൈക്ക് വാട്ട് വി ക്യാൻ സേ ദ കോവിഡ്. ഓക്കെ, ഞാനത് എഴുതി തരാവേ. ഞാൻ നിങ്ങളത് മാറ്റിയൊരു നോട്ടിലോട്ട് എഴുതട്ടെ, ഇല്ലേണ്ടല്ലോ മറന്നു നോട്ടിൽ ആഡ് ചെയ്യുക. കുറച്ചൊക്കെ കോവിഡിൻ്റെ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ നോട്ടിൽ, പക്ഷേ എല്ലായിടത്തും നമ്മൾ അത് ഇൻസേർട്ട് ചെയ്യാൻ വിട്ടുപോകും. അപ്പോൾ ഈ 4ാമത്തെ ഫാക്ടറായിട്ട് അങ്ങനെ എഴുതാം. 4 പേജ് നമ്പർ 2 നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ നോട്ടിൽ പേജ് നമ്പർ 2 പോയിൻ്റ് നമ്പർ 4. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ഫാക്ടേഴ്സ് ദാറ്റ് ആർ കോസിങ് വാട്ട് ഹൈ ലെവൽ ഓഫ് പബ്ലിക് ഡെപ്റ്റ് ഇൻ ഇന്ത്യ. നൗ ഡെപ്റ്റ് റിഡക്ഷൻ ഗൈഡ് ലൈൻസ്. അപ്പം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഡെപ്റ്റ് കൂടാൻ പാടില്ല. ഡെപ്റ്റ് കൂടി കഴിഞ്ഞുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി അങ്ങനെയാണെങ്കിൽ ഡെപ്റ്റ് കുറയാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സ്വയം ഡിസിപ്ലിൻ ഗവൺമെൻറ് എന്തെങ്കിലും എടുക്കുന്നുണ്ടോ അതാണ് നമ്മൾ കാണുന്നത്. സോ ദി 14th ഫൈനാൻസ് കമ്മീഷൻ has provided a road map for the reduction of public debt. 14th കഴിഞ്ഞപ്പോൾ 15th. പക്ഷേ നമ്മൾ 15th പറയാത്തത് എന്താണെന്ന് അറിയോ? 15th 2020-21 വർഷത്തെ ഒരു വർഷത്തെ റിപ്പോർട്ട് മാത്രമേ ഫൈനാൻസ് കമ്മീഷൻ കൊടുത്തുള്ളൂ. നമുക്ക് ഫൈനാൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സാധനം പഠിക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അധികമായിട്ട് അറിയുന്നതെന്ന് വിചാരിക്കേണ്ട. സോ ഫൈനാൻസ് കമ്മീഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ഉണ്ട് അണ്ടർ ആർട്ടിക്കിൾ 280 വിച്ച് റെക്കമെൻഡ്സ്, അതാണ് റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ ഫൈനാൻസ് കമ്മീഷൻ എന്താണെന്നറിയോ? സെൻട്രലിൻ്റെ ചില റവന്യൂ, ടാക്സ് റവന്യൂ സെൻട്രൽ സ്റ്റേറ്റുമായിട്ട് ഷെയർ ചെയ്യുന്ന, അതെങ്ങനെ ഷെയർ ചെയ്യണം, സ്റ്റേറ്റിൻ്റെ ഇടയ്ക്ക് എങ്ങനെ വീതിക്കണം, അതിനെക്കുറിച്ചുള്ള റെക്കമെൻഡേഷനാണ് ഈ ഫൈനാൻസ് കമ്മീഷൻ നടത്തുന്നത്. അപ്പം ഫൈനാൻസ് കമ്മീഷൻ അതിനെക്കുറിച്ചുള്ള റെക്കമെൻഡേഷൻ ആണെങ്കിലും ഇന്ത്യയിലെ ജനറൽ ഫിസ്ക്കൽ സിറ്റുവേഷൻ ഗവൺമെൻറ്, ഫിസ്ക് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ഗവൺമെൻറ് ഖജനാവ്, ട്രഷറി, ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ മാനേജ്മെൻറ്റ്, അതെല്ലാമാണ് ഈ ഫിസ്ക്കൽ എന്നുള്ള വാക്കിനർത്ഥം, ഒരു കളക്റ്റീവ് മീനിങ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഗവൺമെൻറ് ഫിസ്ക്കൽ സിറ്റുവേഷൻ നമ്മളാണെങ്കിൽ ഒരു സെക്കൻഡ്, ഒരു കുട്ടിയോടെ ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ട്. ഓക്കെ, നമ്മളാണെങ്കിൽ തന്നെ നമ്മുടെ ഫാമിലി ബഡ്ജറ്റ് എന്ന് വിചാരിക്കുക, അതിനൊരു സൈഡുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ബഡ്ജറ്റിനെ സംബന്ധിച്ച് ആ ബഡ്ജറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡെപ്റ്റ് കൂടുതലാണോ, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ ചിലതൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടോ, അതുപോലെ തന്നെ റവന്യൂ ഏതൊക്കെ കുറയുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ഗവൺമെൻറ്റുകളെ ഉപദേശിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഫൈനാൻസ് കമ്മീഷനുണ്ട്. സോ ഇറ്റ് ഈസ് ബേസിക്കലി എ ടെക്നിക്കൽ ബോഡിയാണ്. ഇക്കോണമിസ്റ്റുകളും ബ്യൂറോക്രാറ്റുകളൊക്കെ ഉള്ളതാണ്. ഡിസ്കസിങ് അബൌട്ട് ദി റെക്കമെൻഡേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് ഓഫ് ദി 14th ഫൈനാൻസ് കമ്മീഷൻ, എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി which has been created to make recommendations regarding the transfer of resources of tax revenues of the center to the state government. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് റവന്യൂസ് സ്റ്റേറ്റുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓരോ 5 വർഷവും 5 years കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഫൈനാൻസ് കമ്മീഷൻ. അതിൽ 15th ഫൈനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ വരെ വന്നു. 14th റെക്കമെൻഡേഷനിൽ ഭയങ്കര കോംപ്രഹെൻസീവായിട്ട് സ്റ്റേറ്റും സെൻറ്ററും ഡെപ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഡെപ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഡെപ്റ്റ് റിഡക്ഷനെ കുറിച്ചൊരു ഗൈഡ് ലൈൻ എങ്ങനെ പോകണം, ഇപ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഇപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള റവന്യൂ എങ്ങനെ കുറയ്ക്കണം, റവന്യൂ കുറയ്ക്കല ഡെപ്റ്റ് എങ്ങനെ കുറയ്ക്കണം എന്നതിനെക്കുറിച്ച് ഗൈഡ് ലൈൻ കൊടുക്കാൻ വേണ്ടി ഫൈനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷനാണ് സാറിന് സ്വീകരിക്കുന്നത്. മറ്റ് കമ്മിറ്റികളൊക്കെ ഉണ്ടെങ്കിലും ഇവരാണ് കോൺസ്റ്റിറ്റ്യൂഷണലി ബൈൻഡിങ്. അപ്പോൾ അവരൊരു റോഡ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. എത്രയാണ് 70% കുറേ സമയത്തിൽ 65% പിന്നിലേക്ക് 60%, പിന്നെ 50%, എത്ര വർഷം കൊണ്ട് വരാൻ പറ്റും ഗവൺമെൻറ്റിന്. ഇനി അങ്ങനെ വരുന്നതിന് ഗവൺമെൻറ് വാട്ട് സ്റ്റെപ്സ് ടു ബി ടേക്കൻ. ഓക്കെ, സ്റ്റെപ്സ് ടു ബി ടേക്കൻ. സോ സച്ച് മെഷേഴ്സ് ആർ ദർ recommended by what we can say the finance commission, and usually every finance commission do that. The 14th finance commission done that, even the 15th was done. So we were considering the recommendations of 14th finance commission from the exam point of view. You have to you have to point out the 14th finance commission as well as 15th finance commission. അവരുടെ ഒരു റെക്കമെൻഡേഷൻ നിങ്ങൾ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ആൻസറിന് ഭയങ്കര കിട്ടും, ഒരു പവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. ഹിയർ ദി 14th ഫൈനാൻസ് കമ്മീഷൻ ടിക്ക് ഓൺ ടു ദി ടാർഗറ്റ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി 13th ഫൈനാൻസ് കമ്മീഷൻ സ്പെൻഡ് ആസ് പെർ ദി ഗൈഡ് ലൈൻസ് ദി സെൻറ്റർ ഷുഡ് കീപ് ഇറ്റ്സ് ഡെപ്റ്റ് 45% ഓഫ് GDP. അത് തന്നെയാണ് 15th ഫൈനാൻസ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് 15th ഫൈനാൻസ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേറ്റും എന്ത് ചെയ്യണം, ഡെപ്റ്റ് കുറയ്ക്കണം. ഓക്കെ, എത്രമാത്രം സ്റ്റേറ്റിന് ഒരു ഗിവൺ പെർസെൻറ്റ് ഓഫ് GDP ഉണ്ട്, 45% ഉണ്ട് സെൻറ്റർ തന്നെ. ആൻഡ് ദി സ്റ്റേറ്റ് ഷുഡ് ലിമിറ്റ് ഡെപ്റ്റ് 25% ഓഫ് GDP. സോ ദി 14th ഫൈനാൻസ് കമ്മീഷൻ ഓൾസോ ആസ്ക് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ടു റെസ്ട്രിക്ട് ഫിസിക്കൽ ഡെഫിസിറ്റ്
3% of GDP. This is very important. അപ്പോൾ മറ്റൊന്നും പറഞ്ഞില്ല, 14th ഫൈനാൻസ് കമ്മീഷൻ ഡെപ്റ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞു, 15th ഫൈനാൻസ് കമ്മീഷൻ കുറയ്ക്കണമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ഈ 3% ഓഫ് GDP-യിലേക്ക് ഗവൺമെൻറ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൊടുക്കണം. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. എന്താണത്? അത് ബോറോയിങ് ആണ്. ഗവൺമെൻറ് എടുക്കുന്ന കടമാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ബഡ്ജറ്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ കണ്ടു ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇസ് ഈക്വൽ ടു ബോറോയിങ്. ഓക്കെ, ഇൻ ദി ഇന്ത്യൻ ആംഗിൾ ഓർ ഇൻ ദി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. സോ ഗവൺമെൻറ് ഓരോ വർഷവും എത്ര ശതമാനം കണ്ടേ ബോറോ ചെയ്യാൻ പാടുള്ളൂ? 3% ഓഫ് ഇറ്റ്സ് GDP. ഇറ്റ്സ് GDP അല്ല, ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിൻ്റെ GDP എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മൊത്തം വരുമാനം, നമ്മുടെ എല്ലാ ഇന്ത്യക്കാരുടെയും കൂടെ 137 കോടി രൂപയൊക്കെ കോടി ജനങ്ങളുടെയും കൂടെ മൊത്തം വരുമാനം ഒരു വർഷം അല്ലെങ്കിൽ ഇന്ത്യയുടെ GDP 100 രൂപയാണെങ്കിൽ അതിൻ്റെ 3% ഗവൺമെൻറ് ബോറോ ചെയ്യാവുള്ളൂ. എന്ന് പറഞ്ഞാൽ 3 രൂപയെ ഗവൺമെൻറ് ബോറോ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ പറഞ്ഞതാണ് ഏത് 13th ഫൈനാൻസ് കമ്മീഷൻ, 13th, 14th ആൻഡ് ഈവൻ ദി 15th ഫൈനാൻസ് കമ്മീഷൻ. അപ്പോൾ അത്രയിലേക്ക് കുറയ്ക്കണം. നേരത്തെ പലരും പറഞ്ഞിട്ടുള്ളതാണ്, പല കമ്മിറ്റികളും പറഞ്ഞിട്ടുള്ളതാണ്. എൻഗേസിംഗ് എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ട്, അവരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവരൊക്കെ പല എക്സ്പേർട്ടുകളും കമ്മിറ്റികളും ഫൈനാൻസ് കമ്മീഷൻസും പറഞ്ഞു ഗവൺമെൻറ് അതിൻ്റെ ബോറോയിങ്, എന്തിൻ്റെ എവിടെയുള്ള ബോറോയിങ്? ബഡ്ജറ്റ് നടത്തുമ്പോൾ ബഡ്ജറ്റിലെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാനുള്ള ബോറോയിങ്. എത്ര ശതമാനം കൊണ്ട് ഓർക്കണം? ദേശീയ വരുമാനത്തിന് 3%. ഇപ്പോൾ എത്രയാണ്? ഇപ്പോൾ അതൊരു 3.5% ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം 3.8% ഈ കോവിഡ് കഴിയുമ്പോൾ എത്രയാണെന്ന് പറയുക? ഇതിലേ പോലും ഒരു 6% ആവും. 6% ആയെന്ന് ഇത് കഴിഞ്ഞേ പറയുള്ളൂ. എല്ലാം കാരണം കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പം അത് 6% ആവും. ഇപ്പോൾ 3% 6% ഭയങ്കര വലിയ ഇമ്പാക്റ്റാണ്. ഗവൺമെൻറ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പറഞ്ഞു അതായത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന, ഒരു സ്കീമിൻ്റെ കാര്യം നിങ്ങളോട് പറയാം. നമുക്ക് വീട്ടിലൊന്നും പൈസ ഇല്ലെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുള്ള വീട്ടിലൊക്കെ കാര്യം നിങ്ങൾക്കറിയാം. നമുക്ക് റേഷൻ കാർഡൊക്കെ പൈസ കിട്ടിക്കൊണ്ടിരിക്കും. 2 റേഷൻ കാർഡുകൾക്കാട്ടോ, അതായത് ആൾക്കാർക്കാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അങ്ങനെ കിട്ടും. 80 കോടി ജനങ്ങൾക്ക് ഗവൺമെൻറ് എന്ത് കൊടുക്കുക? അരി കൊടുക്കുക. 5 കിലോ അരി ഒരാൾക്ക് വെച്ച്, ഒരു കുടുംബത്തിന് ഒരു മാസം 1 കിലോ പയർ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിന് ഗവൺമെൻറ്റിന് ഇപ്പം തന്നെ 90,000 കോടി രൂപയുടെ അധിക ചിലവാണ്. മൊത്തം ഒരു 1,20,000 കോടി രൂപയുടെ 20,000 കോടി രൂപയുടെ ഗവൺമെൻറ്റിന് ചിലവ് വരും. ഗവൺമെൻറ് ഇത് പ്രതീക്ഷിച്ചില്ല. ഇത് കുറേയൊക്കെ ഗവൺമെൻറ് പ്രതീക്ഷിച്ചു, ഒരു കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ബാക്കി കുറേ അധിക ചിലവ് വരും. അതിനനുസരിച്ചില്ല ടാക്സ് റവന്യൂ ഇല്ല. ഇപ്പം ടാക്സ് റവന്യൂ ഉണ്ടോ? ഇല്ല. അപ്പം ഗവൺമെൻറ് ഈ ചിലവൊക്കെ എവിടെ കൊണ്ടുപോകും? നമ്മുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടിൽ കൂടെ ഒരു പേര് 31,000 കോടി രൂപ ഗവൺമെൻറ് എന്താ പറയുക, ജൻധൻ അക്കൗണ്ടുള്ള സ്ത്രീകൾക്ക്, പാവപ്പെട്ടവർക്ക് 31,000 കോടി രൂപ ഗവൺമെൻറ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഗവൺമെൻറ് പറയുന്നത്. അത് ഇവിടുന്ന് കിട്ടും. അത് ടാക്സ് വരുമാനം ഉണ്ടോ? ഇല്ല, ടാക്സ് വരുമാനം ഇല്ല. അപ്പം ഗവൺമെൻറ് എന്ത് ചെയ്യേണ്ടി വരും? ഗവൺമെൻറ് ബോറോയിങ് ചെയ്യും. ബോറോയിങ് സാധാരണ ഈ 3.5% GDP എങ്കിൽ ഇപ്രാവശ്യം എത്രയാവും? 6% ഗവൺമെൻറ് കാര്യം ഭയങ്കര പരിങ്ങലില്ല. സെൻറ്റർ എന്ന് പറഞ്ഞാൽ പൈസ ഇല്ല. അപ്പം പൈസ ഇല്ലാതെ സെൻറ്റർ ബുദ്ധിമുട്ടുന്ന സമയത്താണ് ചൈനക്കാർ അതിലേക്ക് കയറി വന്നത്. നമുക്കറിയാമല്ലോ, ചൈനക്കാർ വന്ന് അവരുടെ ഓപ്പർച്യൂണിറ്റീസ് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ കഷ്ടപ്പാട്, ഒന്നാമത് പൈസ ഇല്ല, അതിനിടയ്ക്ക് കോവിഡ് വന്നു, അവർ തന്ന കോവിഡ്. അപ്പോൾ നമ്മൾ സാമ്പത്തികമായി ഭയങ്കര വീക്കാണ്, യുദ്ധം നടത്താൻ തയ്യാറില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് അവരതിലേക്ക് കയറി വന്നത്. ഭയങ്കര കാൽക്കുലേറ്റഡ് ആണെന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മൾ പറഞ്ഞാണെന്നറിയോ, ഈ 6% ഓഫ് GDP നമ്മൾ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഗവൺമെൻറ് ഫുള്ള് ബോറോ ചെയ്യുന്നു, ഡെപ്റ്റ് കൂടും. അപ്പം ഇതിന് നേരത്തെ ഇപ്പോൾ ഫൈനാൻസ് കമ്മീഷൻ പറഞ്ഞ ഗൈഡ് ലൈൻ നമ്മൾ തെറ്റിക്കേണ്ടി വരും. ഫൈനാൻസ് കമ്മീഷൻ പറഞ്ഞു എന്ത് ചെയ്യണം? ദേശീയ വരുമാനത്തിൻ്റെ 3% മാത്രമേ ഗവൺമെൻറ് ബോറോ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത് 6% പോകും എന്ന് നമ്മൾ പറയാണ്, സജസ്റ്റ് ചെയ്യാം. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം കേട്ടോ, പോയി എന്നല്ല എന്നർത്ഥം, പക്ഷേ അതിലേക്ക് പോകും. ഓക്കെ, ആൻഡ് ദർ ഇസ് വൺ കമ്മിറ്റി കോൾഡ് എൻഗേസിംഗ് കമ്മിറ്റി. ഹി വാസ് an IAS officer, retired, but he chaired a committee that reviewed the enacted by parliament called FRBM. അപ്പോൾ ഇത് ഞാനിങ്ങനെ പറയുന്നത് അറിയാം, നിങ്ങളിത് ഒരു പക്ഷേ +2 പഠിച്ചിട്ടില്ലാത്തവരും, +2 പഠിച്ചവരും, എക്കണോമിക്സ് പഠിച്ചവരും, ബേസിക്സ് ഇല്ലാത്തവരും, ബേസിക്സ് ഉള്ളവരും എല്ലാം ഞാനിപ്പോൾ പറഞ്ഞ 2-3 ടേമുകൾ കണ്ട പേടിച്ചു പോകുമായിരിക്കും. പക്ഷേ അതിലൊന്നും വലിയ കഥയില്ല. അതൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു പരീക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ ഫേസ് ചെയ്തതാണ്. FRBM എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഴുവൻ പേര് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് എന്നാണ്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ വീട്ടും. മാനേജ്മെൻറ്റ് ആക്ട്. ഈ ഫിസ്ക്കൽ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഉണ്ടായിരിക്കണം, റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. എന്തിന്? ബഡ്ജറ്റ് മാനേജ് ചെയ്യുന്നത്. അതാണ് ഈ ആക്ട്. ഈ ആക്ട് പറയുന്നത് ഗവൺമെൻറ് ബോറോയിങ് പരമാവധി നിർത്തുക. ദേശീയ വരുമാനത്തിൻ്റെ 3% ഗവൺമെൻറ് ബോറോയിങ് കുറയ്ക്കണം എന്നാണ് പറയുന്നത്. ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും വേണ്ടിയിട്ട് ഗവൺമെൻറ് ബോറോ ചെയ്യരുത്. അത് സ്വന്തം ടാക്സ് വരുമാനത്തിന് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ FRBM പറയുന്നത്. ഇത് സെൻറ്ററിനോടും ഉണ്ട്, സ്റ്റേറ്റിനോടും ഉണ്ട്. രണ്ടുപേരോടും പറയുന്നത് 3% ബോറോ ചെയ്യാവുന്ന. കേരള ഗവൺമെൻറ് എപ്പോഴാണെന്ന് അറിയോ? 3% വരാൻ വേണ്ടി 3% മുട്ടിച്ച് നിൽക്കും. ബോറോ ചെയ്യുന്നതിൻ്റെ പരമാവധി ബോറോ ചെയ്യും. കേരള ഗവൺമെൻറ് ബോറോ ചെയ്യുമ്പം നിങ്ങൾ ആലോചിക്കണം, 1000 കോടി രൂപ ഗവൺമെൻറ് ബോറോ ചെയ്യും. എത്ര ശതമാനം പലിശ കൊടുത്തു? 9.7%. ഒന്ന് ആലോചിച്ച് നോക്കും.
നമ്മൾ വീടിന് ലോൺ എടുത്ത് കഴിഞ്ഞാൽ 9.7% ലോൺ കൊടുക്കും, പൈസ കൊടുക്കണ്ട. നമ്മുടെ ഗവൺമെൻറ് പോയി ലോൺ എടുത്ത് 9.7% കൊടുത്തു. ആർക്കാണ് കൂടുതൽ പലിശ ബാങ്ക് ചാർജ് ചെയ്യുന്നത്? ക്രെഡിബിലിറ്റി ഇല്ലാത്തവർക്ക്. ക്രെഡിബിലിറ്റി എന്നല്ല, ക്രെഡിറ്റ് വർത്തിനെസ്. ക്രെഡിബിലിറ്റി ഇല്ലെന്നല്ല കേട്ടോ, ക്രെഡിറ്റ് വർത്തിനെസ് തിരിച്ചടയ്ക്കാൻ സാധ്യത കുറവാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. അപ്പം കേരള ഗവൺമെൻറ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടി അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? നമുക്ക് എടുത്താൽ പൊങ്ങാത്ത ലോണുണ്ട്. അപ്പം ഇനി കേരള ഗവൺമെൻറ് പോയി ലോൺ എടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക അവസ്ഥ നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെ നമുക്ക് മനസ്സിലാവും ഗവൺമെൻറ് എത്ര നോക്കിയാലും കേരളത്തിലെ ഗവൺമെൻറ്റാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തന്നത് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ. ഇപ്പോൾ നവംബറിലൊക്കെ ആണെങ്കിലും ഗവൺമെൻറ് എത്ര എക്സ്പെൻഡിച്ചർ നടത്താൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കാണുന്നതിനെ അറിയാം. മൊത്തത്തിൽ ഈ FRBM എന്ന് പറഞ്ഞ നിയമം മോഡലിട്ടു. FRBM ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് പറയാൻ അറിയാം. അൺപ്രൊഡക്റ്റീവായിട്ട് എക്സ്പെൻഡിച്ചർ നടത്താൻ വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പാടില്ല? ബോറോ ചെയ്യാൻ പാടില്ല. റെഡ്യൂസ് ബോറോയിങ്. ഓക്കെ, റെഡ്യൂസ് വാട്ട്? പബ്ലിക് ഡെറ്റ്. അതിനെക്കുറിച്ചൊരു ഗൈഡ് ലൈൻ കൊടുക്കുകയാണ് FRB. നമ്മളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യവും പഠിക്കേണ്ട കാര്യമില്ല, നമുക്കൊരു മനസ്സിലാക്കി പോയാൽ അങ്ങനെ പേര് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. സോ ബൈ 2023 ഗവൺമെൻറ് ഗവൺമെൻറ് എല്ലാ ഗവൺമെൻറ്റും കൂടി അവരുടെ മൊത്തം കടം ദേശീയ വരുമാനത്തിൻ്റെ 60% കുറയ്ക്കണം. ഇപ്പോൾ അത് 70%. അതാണ് ഈ FRB നമ്മളോട് പറയുന്നത്. FRBM കുറിച്ചുള്ള കമ്മിറ്റി നമ്മളോട് പറയുന്നത്. FRBM കുറിച്ച് ഒരു പുനർവിചിന്തനം വേണമെന്ന് പറഞ്ഞാൽ ഈ കമ്മിറ്റി വന്ന് എൻഗേജിങ് വളരെ മിടുക്കനായ ആളാണ് കേട്ടോ. നമ്മൾ ഈ ഇന്ത്യയിലെ ബ്യൂറോക്രസി IAS എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് അവരെല്ലാവരും ഭയങ്കര ഒരേപോലെ നല്ല കഴിവുള്ളവരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ കാരണം പഠിച്ചത് ഹിസ്റ്ററി ആയിരിക്കും, ജോലി ചെയ്യുന്ന ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ആളായിരിക്കും, പഠിച്ചത് ഡോക്ടറായിരിക്കും, ജോലി ചെയ്യാൻ പോകുന്നത് ഏതെങ്കിലും കളക്ടറായിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവരുടെ പഠിച്ചത് വേറെ, പ്രൊഫഷൻ വേറെ. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ വലിയൊരു പ്രശ്നം അതാണ്. പക്ഷേ എൻഗേജിങ് അങ്ങനെയല്ല. അങ്ങനെ എന്താ പഠിച്ചതെന്ന് ഞാൻ നോക്കിയായിരുന്നു. അങ്ങനെ കുറേ എക്കണോമിക്സൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് എക്സെപ്ഷണലി ഗുഡാണ്. സോ ഈ acquainted about engaging his recommendations, FRBM, etc. Now, the government is borrowing mainly from within India. But in the context of the current COVID and the recession going on in the economy, two important problems you have to underline in this exam. What is the current issues that is governing or affecting the government's budgets, government's expenditure, government's borrowing, and government's debt? First is the COVID. It needs tremendous expenditure commitment from the governments. Okay, isn't it? So that is one issue. Similarly, during the COVID time, because of the lack of economic activities, the revenues will come down. Understandably, government has to borrow more, so its debt will increase. Okay, and second factor is recession. The economic recession is going on. Recession in GDP കുറയാ. ഇന്ന് ഇന്ത്യയുടെ വരുമാനം 100 രൂപയാണ്, നാളെ 99 രൂപയായിട്ട് കുറയുന്നതിന് പറയുന്ന പേരാണ് റിസഷൻ. ഹിസ്റ്റോറിക്കലി ഇങ്ങനെ ഒരു സംഭവം നടക്കാറില്ല, പക്ഷേ ഇപ്പോൾ അത് നടക്കും. ദി ഗവൺമെൻറ് ഹാസ് ടു സ്പെൻഡ് മോർ. അപ്പോൾ ആരാണ് കൂടുതൽ ഇപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ടത്? ഗവൺമെൻറ്. വേറെ ആർക്കെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ ഇക്കോണമി രക്ഷിക്കാൻ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യും. ദി ക്രൈസിസ് ഹാസ് ക്രിയേറ്റഡ് ഫോളോയിങ് ഇഷ്യൂസ് റിഗാർഡിംഗ് പബ്ലിക് ഡെറ്റ്. ഈ ക്രൈസിസ് ഇക്കോണമിയിൽ താഴെ പറയുന്ന ചില ഡെപ്റ്റ് പ്രോബ്ലം ഉണ്ടാക്കി. ഒന്ന്, ഗവൺമെൻറ്റ്സ് ടാക്സ് റവന്യൂസ് ആർ കമ്മിങ് ഡൗൺ. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. ദെൻ എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെൻറ് ഈസ് ഇൻക്രീസിങ്. ആത്മനിർഭർ ഭാരത് നമ്മൾ പറഞ്ഞു എത്ര ലക്ഷം കോടി രൂപ? 20 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ 20 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് നടത്താൻ വേണ്ടി ഗവൺമെൻറ് ടാക്സ് രൂപ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതിനകത്ത് കുറേ മാത്രമേ ഫിസിക്കൽ ഇമ്പാക്റ്റ് ഉള്ളൂ. അത് വേറൊരു കാര്യം, അതിൻ്റെ ക്രിറ്റിസിസം. അപ്പം നമ്മളിപ്പോൾ അത് ഒരേ സമയത്ത് പഠിച്ച പോലെ. പക്ഷേ ആത്മനിർഭർ ഭാരത് ഗവൺമെൻറ് നടത്തണമെങ്കിൽ ഗവൺമെൻറ് എന്ത് വേണം? എക്സ്പെൻഡിച്ചർ കൂടുതലാണ്, റവന്യൂ കുറവാണ്. ഓക്കെ, ദി ഗവൺമെൻറ് ബോറോയിങ് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ് ആർ ഗോയിങ് അപ്പ്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റിൻ്റെ ബോറോയിങ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കൂടുകയാണ്. സോ ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ദീസ് ഡെവലപ്മെൻറ്റ്സ് the government debt may go up in the immediate future, understandably, right? But that is inevitable. അപ്പോൾ അതുകൊണ്ട് അത് ഇന്ന് ഒഴിവാക്കാൻ പറ്റില്ല. പഴയ ഫൈനാൻസ് മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പേരാണ് നമ്മുടെ പ്രണബ് മുഖർജി. അദ്ദേഹം നമ്മുടെ പ്രസിഡൻ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച, അപ്പോൾ അത് ഒരു കൊട്ടേഷൻ നടത്തി. എന്താണെന്നറിയോ? എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസ് നെസസിറ്റീസ്. എക്സ്ട്രാ ഓർഡിനറി മെഷേഴ്സ്, അദ്ദേഹത്തിൻ്റെ ഒരു വാക്കാട്ടോ. എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസ്, അസാധാരണമായ സാഹചര്യങ്ങളിൽ നമ്മൾ അസാധാരണമായി ഇടപെടണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് എക്സ്പെൻഡിച്ചർ കൂട്ടി, ഭയങ്കരമായിട്ട് ബോറോ ചെയ്തു. അദ്ദേഹത്തിൻ്റെ വലിയൊരു കൊട്ടേഷനായിരുന്നു കേട്ടോ. ആകെ കേട്ടപ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ബോറോയിങ്ങും അതായത് കടമൊക്കെ മറന്നു കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭയങ്കര പണ്ഡിത വചനമായിരുന്നു എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസ് നെസസിറ്റീസ്, എക്സ്ട്രാ ഓർഡിനറി മെഷേഴ്സ്. അപ്പോൾ ഇപ്പോൾ അത് ആവശ്യം. അത് ഇപ്പം ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യില്ല, പിന്നെ എപ്പോൾ സ്പെൻഡ് ചെയ്യാനാണ്? So it is inevitable. Only a proactive government expenditure and programs can save our economy from the COVID-induced economic crisis. So a higher debt, if it is sustainable നമ്മൾ ഭയങ്കരമായിട്ട് തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടരുത്, and necessary, is a welcome government intervention.
ഇൻ ദിസ് ക്രൈസിസ് പീരീഡ്. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് വേണം, ഇപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഡെപ്റ്റ് നമുക്ക് സഹിച്ചേ പറ്റുള്ളൂ. ഗവൺമെൻറ് പയ്യെ ഡെപ്റ്റിൻ്റെ ഇമ്പാക്റ്റിൽ നിന്ന് ഇക്കോണമി രക്ഷപ്പെടുത്തണം. പിന്നീട് ഗവൺമെൻറ് ചിലവ് കുറച്ച്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് ടോപ്പിക്, ദ ഡെപ്റ്റ് സിറ്റുവേഷൻ ഇൻ ഇന്ത്യ. എന്നിട്ട് കുറച്ച് ഫിഗേഴ്സൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫിഗേഴ്സ് ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്ത് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി, ഡെപ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അല്ലാതെ ഭയങ്കര ഫിഗേഴ്സ് നിങ്ങൾ ഭയങ്കരമായിട്ട് കാണാൻ പഠിക്കേണ്ട. ഈ 68 to 70% ആ കാര്യം ഓർക്കണം. പിന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് 3%, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണ് ബോറിങ്, അങ്ങനെയുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കാം. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ക്ലാസ്. ഞാനിതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്പുറത്തിട്ടേക്കാം. നിങ്ങൾ അസൈൻമെൻറ്റും ചെയ്യണം. കാരണം നമുക്ക് ആകെപ്പാടെ ഓഫ്ലൈൻ്റെ ആ പ്രശ്നം ഓർക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അസൈൻമെൻറ്റ്. അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്ന, ഇച്ചിരി നമുക്ക് ഇൻകൺവീനിയൻസ് ഒക്കെയാണ്, പക്ഷെ നമ്മൾ പഠിക്കുന്നവരാണല്ലോ, അതാണല്ലോ പ്രൈം ഡ്യൂട്ടി. അവിടെ നിങ്ങൾ ചെയ്തിടണം. ഞാനൊരു അസൈൻമെൻറ്റ് ഇതിന് ശേഷം അവിടെ ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, സോ താങ്ക്സ് ഫോർ ലിസണിങ്. അതിന് മുമ്പ് ഞാൻ അറ്റൻഡൻസും കൂടെ ഇതിൻ്റെയും കൂടെ ഒന്ന് എടുത്തോട്ടെ, നമ്മൾ ഇപ്പോഴത്തെ അറ്റൻഡൻസും കൂടെ എടുത്തോട്ടെ.